ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് പലരുടെയും തിരിച്ചു വരവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എത്ര ദിവസം നമ്മൾ കണ്ടിട്ട്? നമ്മൾ കണ്ടിട്ട് ഇപ്പൊ ഒരു മാസത്തോളായിട്ടുണ്ടാവും. എത്ര മാസം? ഒരു മാസം എന്നല്ല, ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് എത്രയായി? 2.5 മാസമായി. 2.5 മാസമായി. 2.5 മാസമായി. രാധേട്ടനെ നമ്മളെ മിസ് ചെയ്തിരുന്നോ? ഒരു പ്രാവശ്യം. സിംഗിൾ ടൈം, ഓൺലി വൺ അല്ലേ? ഓൺലി വൺ ടൈം ഐ മിസ്ഡ് യു. ഒരു വട്ടം ഇവിടെയോ മിസ് ആയത് പോലെ. പക്ഷെ രാധേട്ടൻ അന്വേഷിച്ച് അവിടെ വന്നു ഞാൻ. എവിടെ? അവിടെ നിങ്ങളെ റൂമിൽ, ഞങ്ങളെ പുതിയ വീട്ടിൽ വന്നപ്പോ അവിടെ ഒരു ഗേറ്റില് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി അവള് പറഞ്ഞു രാധേട്ടനല്ലേ ചോദിച്ചു. അതേ അനാൻസന്റെ അവിടെ ചോദിച്ചു. അവനാണ് കോട്ടയ്ക്കൽ പോയതാണല്ലോ. ഓ എന്നാ പരിപാടി ചോദിച്ചു. ആ പരിപാടി ഒന്നും അറിയത്തില്ല, ഞാനിപ്പോ വിളിച്ചെന്ന് പറഞ്ഞു. രാധേട്ടൻ എങ്ങനെ രാധേട്ടൻ അവിടെ മറ്റേ വാതില് കുത്തി തുറക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞോലെ. ഞാൻ പറഞ്ഞു രാധേട്ടൻ അങ്ങനെ കുത്തി തുറക്കേണ്ട ആവശ്യമില്ല. നേരെ തുറക്കാനാണെങ്കിൽ മുൻവാതിൽ തുറന്നു വരും. പിൻവാതിലൂടെ വരേണ്ട ആവശ്യമില്ല. അത് ഞാൻ അവനോട് അപ്പൊ തന്നെ പറഞ്ഞു. അങ്ങനത്തെ ആളല്ല. ഞാൻ അവിടെ ആ കോണി ഉണ്ടല്ലോ, അത് കയറാൻ അങ്ങനെ ചെന്നു. കോണിന്റെ അടുത്ത് വരെ ചെന്നപ്പോ എനിക്ക് തോന്നി ഇവിടെ അല്ല ഇങ്ങോട്ടാണെന്ന് തോന്നി. മാംഗോസ്റ്റീനല്ലേ? കൊക്കോക്കായ് കഴിക്കല്ലയോ? സെക്കൻഡ് വരി, ഫോണരോ എന്താ ബാസിലെ പിടിച്ചോ, ഈച്ചൊന്ന് പിടിച്ചോ. 2-3 അടുത്ത് കഴിച്ചോളൂ. ഇത് പൈത്ത എങ്ങനെ അറിയാം? അതാ പഴുത്ത് നിൽക്കുന്ന കളർ കണ്ടോ? അതൊക്കെ രാധേട്ടൻ കാണിച്ചു തരും. രാധേട്ടൻ അതിന്റെ നാക്കറിയാം. അതാ മൂത്തോക്കി പറിച്ചാൽ രാധേട്ടാ. അതന്നെ, അതിങ്ങനെ പറിക്കാതെ തന്നെ കൈക്ക് വരൂല്ലേ? കിട്ടണില്ല. അതാണ് പൈക്കാനാവണുള്ളൂ, അതാണ് അത് കിട്ടാതെ. അത് കുഴപ്പമില്ല രാധേട്ടാ, അങ്ങനെ കിട്ടൂല രാധേട്ടാ. എനിക്ക് തോന്നുന്നു ഈ പൈത്തതയാണ് കിട്ടുള്ളൂ. അതെങ്ങനെ പൊട്ടിച്ചാ? ഇതിന്റെ കട്ടി നോക്കി. ഓ ചുമ്മാ എത്രേ പണിയുള്ളൂ. ചുമ്മാ കിഴി. ചേട്ടാ കുതിര ഏതോ ചെറിയ കുതിര കൊടുക്കണ്ടായിരുന്നല്ലോ. മമ്പാട് കുതിര ഒന്നും ഇല്ല നമ്മളവിടെ. ഇപ്പൊ മമ്പാടല്ല, വടപുറത്തല്ലേ ഇപ്പൊ നമ്മള്? വടപുറത്തുനിന്ന് 1 കിലോമീറ്റർ പോട്ടെ ഞങ്ങള്. മമ്പാട്ടേക്ക് അങ്ങോട്ട് എത്തുമ്പോണ്ട് നിലമ്പൂരിന്ന് കുറച്ചും കൂടി അകലെ അങ്ങോട്ട് പോയി. താണക്ക് അങ്ങോട്ട് എത്തണ്ട. പിന്നെ ഇവിടെ വടപുറത്തന്നെ മഞ്ചേരി റോഡിൽ താളിപ്പോയില് തന്നെയാ തോന്നുന്നു. അവിടെ വടപുറം മഞ്ചേരി റോഡില് തിരുവാലിത്തറിന്റെ മുമ്പായിട്ട്. അതെ മറ്റേ മയിലാടിന്റെ മുമ്പ്. മയിലാടി അല്ല, അവിടെ വേറെ പേര്, അവിടുത്തെ പേര് എനിക്കറിയില്ല. MS-ന്റെ പുളിക്കലോടിന്റെ മുമ്പ്. പുളിക്കലോടി അല്ല ഞങ്ങള് ആ റൂട്ടല്ല, ഇത് മഞ്ചേരി റൂട്ടാ. പുളിക്കലോടി ഈ റൂട്ട് വണ്ടൂർ റൂട്ടല്ലേ? അതിലെ തന്നെയല്ലേ പോവാ? എടവണ്ണ കൂടെ മഞ്ചേരിക്ക് പോണ റൂട്ടാണോ? അപ്പൊ എടവണ്ണ കഴിഞ്ഞു പോണോ? എടവണ്ണ കഴിഞ്ഞ് പോകണ്ട. 1 കിലോമീറ്റർ. പോണിയല്ല, ഏതാണ് ഞാൻ പറഞ്ഞുതരാം. മഴക്കാലം പല ബ്രീഡുകൾ ഇറങ്ങിയിരുന്നു. എന്തപ്പോ പറഞ്ഞല്ലോ. അല്ല പോണിയല്ല, എന്റെ അത്ര അയച്ചുണ്ട് കൂടെ. എന്റെ അത്ര അയച്ചുണ്ട് കൂടെ. ഇത്ര ആയിട്ടോ? ഇനിയിപ്പം ഇവിടെ ഞാൻ സ്ഥലം പറഞ്ഞുതരാം. വടപുറത്ത് നിങ്ങളുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, എത്ര അയച്ചുണ്ട്. ഞാൻ പോയി നോക്കിയാൽ അതുവരെ എന്റെ തോള് വരെ 6 അടി പൊക്കണ്ട് കൂടെ. നല്ല ട്രെയിനിങ് കഴിഞ്ഞ കുതിരയാണ്. എവിടെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മമ്പാട്ടാരൊന്നും കുതിരക്ക് ട്രെയിനിങ് കൊടുക്കും. മമ്പാട്ടാര് ഭക്ഷണം ഉണ്ടാക്കല്ലേ? മമ്പാട്ടുകാരല്ല, ഇത് വടപുറത്താണ്. വടപുറത്ത് എന്താ അങ്ങോട്ട് ഒരു പേരുണ്ട്. വടപുറത്തുനിന്ന് ലേശം അങ്ങോട്ട് കൊടുത്ത് ഉള്ളിലേക്ക് റോഡ് പോകുന്നുണ്ട്. മമ്പടിയല്ല, അങ്ങോട്ടല്ല, തോട്ടിന്റെ അക്കരെ. വടപുറത്തുനിന്ന് വടപുറം അങ്ങാടിക്ക് അവിടെ പോകണ്ട.
അതിന്റെ നിലമ്പൂർക്ക് ഇങ്ങോട്ട് വരും വേണ്ട. നിലമ്പൂർക്കൊന്നും ഞാൻ പറഞ്ഞുതരാം. മമ്പാട് എത്തും വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് പാലം കടന്നിട്ടേ പാലുണ്ടല്ലോ, വടവറം പാലം, സീരിയാജി പാലം, വടവറം പാലം, ഊർക്കടവ് പാലം, വടവറം പാലം, വടവറം പാലത്തിന്റെ ദേശം കണ്ടു പോകുന്ന ആ മേപ്പിട്ട് റോഡ് പോകുന്നുണ്ട്. ആ റോഡിന്റെ കുറച്ചാണ്ട് ചെന്നാൽ കാണാക്കുക. എത്ര ലാസ്റ്റ് എത്ര ചോദിക്കണേ ചേട്ടാ? ഓന് 50 രൂപ ചോദിക്കണ്ടത്, 40 കിട്ടും. നല്ല കുതിരയാണ്, 40 രൂപയ്ക്ക് ഒരു നല്ല കുതിര. അടിപൊളി ഇത് ചെയ്യാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റുമോ? ഓടിക്കുന്ന കുതിരയാണ്, ഓടിച്ച് കാണിച്ചു തരും, ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരും. സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ. ചെറുപ്പം തൊട്ട് അവിടെ തന്നെയാണ്. എന്താ വാട്ട് ഹാപ്പൻഡ് യു? കുതിരന്റെ ഫോട്ടോ ഉണ്ടാ? കുതിരന്റെ ബ്രോക്കറാ? ഒരു ബുക്ക് എടുത്തു, കുറച്ച് ഫോട്ടോസിന്. കുതിര മൈലേജ് ഉണ്ട്. ആ മൈലേജ് ഇട്ടില്ല, മൈലേജിന് പോണുള്ളൂ. കുതിരന്റെ ഫോട്ടോ അല്ലല്ലോ, ഇനി അധികം പൊന്തിച്ചില്ല ഇന്റെ ചാനലിൽ. അല്ല, കുതിരന്റെ ഇത് നമ്പർ ചെയ്തിട്ടുണ്ട് അവന്റെ. കുതിരന്റെ നമ്പറോ? കുതിരന്റെ ആളെ നമ്പർ. ബ്ലേഡ് എത്തിയ ചോര ഉണ്ടല്ലോ രാധേട്ടാ. ചോര പോയിക്കോട്ടെ, അത് പോട്ടെ. അല്ല, ഗൗതം കുതിര ഗൗതമൊന്നുമല്ല. രാധേട്ടാ ഒരു വെട്ടോണ്ട് പാടുണ്ടല്ലോ രാധേട്ടാ. ബ്ലേഡ് ആണെങ്കിൽ നേരെയാണല്ലോ ഉണ്ടാവും, അത് ഇങ്ങനെ റാ പോലെയാണല്ലോ. ബ്ലേഡിന്റെ അതില്ലേ, അതിന് തുറന്നതാ പെട്ടെന്ന്. വെട്ടുന്ന ചേട്ടോ കുഴപ്പമില്ല. വേൾഡ് കപ്പ് വിശേഷങ്ങളൊക്കെ ചോദിച്ചോട്ടോ. രാധേട്ടാ ടീം വേൾഡ് കപ്പില് വരി. കുതിരന്റെ നമ്പർ വേണ്ടങ്ങൾ വന്നാണ് ഇവിടെ വിശേഷം പറയണ്ട്. അല്ല, വേൾഡ് കപ്പിൽ ഏതാ ടീം രാധേട്ടോ? ഞാന് പന്തലിന്റെ ഒരാളും അല്ല, എന്നെ കാണാനും പോയില്ല. ഇഷ്ടപ്പെട്ട ഒരു ടീമില്ല. ബ്രസീലിനൊരു ചെറിയ താല്പര്യം, കാരണം പണ്ട് ബ്രസീൽ കപ്പടിച്ച ടൈമിലൊക്കെ രാധേട്ടൻ ഇത് നേരിട്ട് കണ്ട ആളാവും. അതാവും. അപ്പൊ അതിന്റെ ഒരു താല്പര്യല്ലേ? ഇപ്പൊ പന്തലിയിൽ അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. പണ്ടത്തെ പോലെ ഒരു ഞാനിപ്പോ ഒരു 7 മണിയാകുമ്പോ കിടന്നുറങ്ങും. എനിക്കാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഫാൻസി നമ്പറിനൊക്കെ കോൾ വന്നിക്കണല്ലോ, 7777. ഏതൊക്കെ രാധേട്ടാ ഹെവി കോണ്ടാക്റ്റുകളാണല്ലോ. ഒരു നമ്പർ കേട്ടോ, 7999393999. ഓ ഇതൊക്കെ കോണ്ടാക്റ്റുകൾ. രാധേട്ടൻ തന്നെ കോണ്ടാക്ട് വെക്കും. ഫുൾ DR ഡോക്ടർമാരാണോ ഫുൾ കോണ്ടാക്ട്? അത് ഡ്രൈവറാണോ DR? 333 ഉള്ള നമ്പർ, ഫുൾ DR 69 എന്റെ അവിടെ നമ്പർ. ആരാ അതൊക്കെ എടുക്കല്? വന്നാ ഇടുക്കല് പോലും ഇല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ വീടിന്റെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങുകയാണ്. പണി തുടങ്ങുന്ന സമയത്താണ് നമ്മള് കുറച്ചായില്ലേ വീടിന്റെ ചെയ്തിട്ട്, നമ്മള് അതിൻ്റെ ഇടയിലൊന്നും ദുബായി പോയി. അപ്പൊ ആ സമയത്തൊന്നും നമ്മൾ വീടിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കലഫോൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും പോയിനി. ഇപ്പൊ എനിക്ക് തോന്നണേ എന്താ ഇപ്പൊ കഴിഞ്ഞത്, മറ്റേ തേപ്പ് കഴിഞ്ഞു അല്ലേ? ഫുൾ സാധനങ്ങളെ തേപ്പാണ് കഴിഞ്ഞ കേട്ടോ. ഇപ്പൊ രസായില്ലേ? തേപ്പ് കഴിഞ്ഞപ്പോ ഒരു ഫീലില്ല അല്ലേ? എനിക്ക് കണ്ടിട്ടൊരു ഫീലുള്ള പോലെ വലിയ എന്തോ ആയി വരാ. മേലെ ചെറുതായിട്ടോ. ചത്താലും ഈ പെരന്റെ ഉള്ളിലേക്ക് കയറ്റാൻ ഞാൻ വയ്ക്കരുന്നിട്ടാ. എന്താ അതായത് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് തുടങ്ങിയതാണ് ഈച്ചോ. അതായത് ബർക്കത്താണ്ട് പോയി ലൈഫില്. ഞാൻ സത്യം പറയാലോ, അല്ല ഡിസയർ നമ്മള് ഷോറൂം കയറ്റി, ഹൈക്രോസ് ഷോറൂം കയറ്റി, അർബാനിയ ഷോറൂം കയറ്റി, ഹിമാലയന് അവിടെ കൊടുക്കാനായി നിൽക്കുന്നുണ്ട്. എല്ലാം ഷോറൂം കയറ്റി. ഷോറൂം കയറ്റാത്തൊരു വണ്ടികളും ഇല്ല. രാധേട്ടാ വരി, പെരന്റെ വിശേഷങ്ങൾ കാണാം. രാധേട്ടാ നിങ്ങളൊക്കെ ഉള്ള കാലത്ത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പെരണ്ടാക്കല്? മെറ്റീരിയൽ നമ്മൾ സാധാരണ കട്ട. ഇപ്പത്തെ പോലെ അന്ന് സിമെന്റ് ഒന്നും ഇല്ല. അന്ന് സിമെന്റ് ഒന്നും കിട്ടൂല. മണ്ണ് കുഴച്ചിട്ട് കട്ടയാക്കിട്ട് അങ്ങനെ. നമ്മള് ചെറുപ്പക്കാർ കളിമണ്ണ്, മണ്ണ് പെട്ടിന്റെ ആ പെട്ടിയിൽ മണ്ണ് ഇതാക്കിട്ട് അത് മണ്ണ് പെട്ടിയിലിട്ട് കൊണ്ടുവരും. മണ്ണ് പെട്ടിട്ട് കൊണ്ടുവരല്ല, അത് കട്ട മുറിക്കും, വെട്ടല് മാതിരിയാക്കും. അതാണ്. എന്നിട്ട് അതുകൊണ്ട് വീട് പണിയും. ചൂടുകട്ട അന്ന് ചൂടാക്കൂല, പിന്നാണ് ചൂടുകട്ട വന്നത്. അപ്പൊ മണ്ണാങ്കട്ട അതോ? മണ്ണാങ്കട്ട അത് വേറെ കട്ട.
കട്ട പഴയ കട്ടുണ്ട്. ചേരട്ടാന്ന് പറഞ്ഞ കട്ടുണ്ട്. ആ അത് ചേരട്ട. ചേരട്ട. ആ അങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ. ശരിക്കും ചേരട്ടല്ല, മറ്റേ പേരട്ടാന്നാണ്. പേരട്ട. നമ്മളെ പുതിയ ഗ്ലാസ് എടുത്തു. നമ്മള് പുതിയൊരു ഗ്ലാസ് വാങ്ങിക്കണേ അതേട്ടാ. അത് തുറക്കി. ഇതെന്താ വെച്ചാല് മോഹൻലാല് മറ്റേ സിനിമയിൽ ഇടുന്ന ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ് ആണിത്. അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമാവും. രാധേട്ട അവിടെ നിൽക്കിട്ടോ. ഇതില് ഒരു സ്വിച്ചുമൊക്കെ പോയി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് പിന്നെ ഡ്രസ്സ് ഫുള്ള് അഴിഞ്ഞു വരും. അത് കഴിക്കരുത്, അത് ബുദ്ധിമുട്ടാണ്. അത് കഴിച്ചാൽ ബുദ്ധിമുട്ടാവും. ഇപ്പൊ സ്കാൻ ചെയ്യാണ്. പക്ഷെ ഇത് ആ സ്വിച്ച് വെക്കണ ആള് പെരല് കടന്നു തുടങ്ങി. വെച്ചോക്കി, ഇത് വെച്ചോക്കി. ഇത് സാധാ ക്ലാസ് അല്ല കേട്ടോ, ഫുള്ള് സിസ്റ്റാണ്. ഓ എടുത്തോളൂ. അഫിന്റെ ഒരു പാട്ടിട്ട് കൊടുക്കല്ലേ? കാലോക്ക് ഇത് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതില് ക്യാമറ ഉണ്ട്, കണ്ടോ? ഈ സാധനം കണ്ടോ? ഇത് ക്യാമറയാണ്. അപ്പം ഇതിന്റെ എനിക്കറിയാം ഇതിന്റെ സിസ്റ്റം. ആഫീഫിന്റെ ഉള്ളൂ. ഇത് ആഫീഫിന്റെ നമുക്ക് ഒരു ദിവസം ആഫീഫിന്റെ ചെറിയ 5 അല്ലേ പട്ടിപിടുത്തക്കാരൻ, ഇതിനൊക്കെ കൊടുന്നേ. എല്ലാ പട്ടികളും ഇവിടെ വാങ്ങിയിട്ട് പോലെ ഒന്നും നോക്കാതെ നടക്കണ ഒരു അന്തം വിട്ട 5 സ്കൂളിൽ പോവാത്ത മാർക്കും ഇല്ല. അപ്പൊ എന്ത് തുടർ പഠനത്തിന് എന്ത് പോകണം തീരുമാനിക്കുക പോലും ചെയ്യാത്തൊരു 5. അപ്പൊ ഓന് ആണ് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഓൻ വന്നിട്ട് നമുക്ക് അതൊന്ന് ഉഷാറാക്കണം. അപ്പൊ ഇതാണ് വീട്ടിലെ വിശേഷങ്ങൾ കാണാം. രാധേട്ട നിങ്ങള് വരി പറയും. ഇപ്പൊ നമ്മളെ വലിയ വീട് ചെറിയ വീടായോ, ചെറിയ വീട് വലിയ വീടായോ, എന്താണ് ഇപ്പൊ സംഭവിച്ചത്? വലിയ വീടായി മാറി, ചെറിയ വീട് വലുതായി, ഒറ്റടിക്ക് വലുതായി. അപ്പൊ തൂണൊക്കെ കുറച്ചുകൂടി വണ്ണം കൂടി. നമ്മള് ദുബായി പോയാൽ ദുബായത്തെ വീടുകൾ പോലെ അറബിക് ഡിസൈൻ ആയി പോയി. തൂണിന് കുറച്ച് വണ്ണം കൂടുതലായി പോയി. അത്ര വാണ്ടില്ലെന്ന് തോന്നുന്നു. ഒരു വെയിറ്റ് ആയിക്കോട്ടെ, ഒരു വെയിറ്റ് ആയിക്കോട്ടെ. ചെറിയൊരു വലിമുട്ടലുണ്ടല്ലോ പ്രായത്തിലോ. പക്ഷെ എനിക്കൊന്നും ഈ ആരോഗ്യത്തിൽ എനിക്കൊന്നും ആ വലിമുട്ടലൊന്നും ആയിട്ടില്ല. അത് പ്രശ്നമില്ല, അത് പ്രശ്നമില്ല. അത് ഇങ്ങനെ വലിയ മുട്ടൂല. അപ്പം വീട്ടിലെ വിശേഷം കാണണ്ട വരി. ഇതാണ് തേപ്പ് കഴിഞ്ഞു. ഓ ഇവിടെയൊക്കെ വൃത്തിയായി. ശരിക്കും തേപ്പ് കഴിയുമ്പോഴാണ് വൃത്തിയാവണം കേട്ടോ. ഞാൻ കട്ട കണ്ടപ്പോ എന്താ ഇങ്ങനെയെന്ന് കരുതി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെരപ്പണി എടുക്കണത്. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. റിസോൾട്ട് അതാ, റിസോൾട്ട് മലയാളിനോട് ചോദിച്ചോക്കി. എങ്ങനെയുണ്ട്? എന്താ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശംസൊക്കെ ഉള്ളൊക്കെ തേപ്പ് കഴിഞ്ഞോ? ഇത് ഇവിടെ ഷീറ്റ് ഇട്ടു, അവിടെ ഷീറ്റ് ഇട്ടു. അവിടേക്ക് ഞാൻ എങ്ങനെ കയറും? എന്റെ റൂമിൽ കൂടെ കയറും അല്ലേ? അത് നന്നായി ശംസക്ക. എല്ലാരും എന്റെ റൂമിൽ താഴത്തേക്കായി. നീ ഈ റൂമിൽ കൂടെ കയറാം. ഈ റൂമിൽ കൂടെ അവിടേക്കുള്ള ഡോറുള്ളൂ. വാ, അടുക്കള വീതി മേൽപ്പായോ? ഫ്ലാഷ് അടിച്ചോ? ഫ്ലാഷ് അടി ബാസിൽ, ഫ്ലാഷ് അടി. വേണ്ട, നേരെ എടുക്കാം. ഇല്ല, റിസോർട്ട് മാനേജർ പറയണേ എക്കോ കൂടി. കാർത്തേനിയമ്മലെങ്ങനെ പോയതാ ഞാൻ? കാർത്തേനിയമ്മന്റെ സ്ഥലം ഉണ്ട് അവിടെ. കാർത്തേനിപ്പടി. അവിടെ ഇങ്ങനെ പോയപ്പോ ഒരു 4-5 കുട്ടികളുണ്ട്. താത്താര് മദ്രസ കുട്ടിയായിരുന്നു. രാധേട്ടനല്ലേ? അല്ല ഞാൻ കുട്ടികളെ എന്നിട്ട് ഇങ്ങനെ രാധേട്ടനല്ലേ? അപ്പൊ ഇജ്ജി തന്നാ മറ്റേ കുപ്പായ ഉണ്ടല്ലോ, അതിന്റെ മേലെ സെറ്റ് തിന്നെ അതൊന്ന് പൊന്നിച്ച് കാട്ടി. ഞാൻ തന്നെ രാധേട്ടന് ഓർമ്മയില്ല എന്റെ ഷർട്ട്. അടുക്കള വലുതായടാ.
എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പത്തെ തിരുമ്പൊന്നും വേണ്ട ചെയ്യാം. അത് നെറ്റുകൊണ്ടിരുന്നാല് ഓ ഇതിന്റെ ഹൈറ്റ് കുറച്ച് എന്ത് നന്നായി ആലോചിച്ച് നോക്കുമ്പോ. ആ ഇത് ഫുൾ ഹൈറ്റ് അല്ലേ ഇനിയോ? ഈ സാധനം ഈ ഹൈറ്റ് ഇല്ലേനോ? ഇവിടെ ഇങ്ങോട്ട് മറവല്ലേ ഇനിയോ? ഇപ്പൊ മറവ് നിർത്തിയല്ലേ? ഞാനാണ് ഈ ഹൈറ്റില്ല. അതാവുമ്പോ എന്താ വെച്ചാല് നമുക്ക് ഇവിടെ ലോല എങ്ങോട്ടും കാണാൻ പറ്റും, ഇവിടെ ലോല എങ്ങോട്ടും കാണാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കമ്പി കാലുമ കുത്തിക്കാറുണ്ട് കേട്ടോ. അല്ല രാധേട്ട എങ്ങോട്ടാ കൊണ്ടോണേ? ആ എന്ത് ഇതിലാണ് ഷാമ്പു ഒക്കെ ഉണ്ടായിരുന്നത്. ആ ഡോഗിന്റെ ഷാമ്പു അല്ലേ? അത് കഴിഞ്ഞാ? അത് കഴിഞ്ഞിട്ടാ ഷാമ്പു കഴിഞ്ഞില്ലേ? ഇതിലെ ഹെൽമെറ്റിന്റെ ഇത് കഴിഞ്ഞു. ഹെൽമെറ്റ് ചെറിയ ഹെൽമെറ്റ്. എടാ ഇതാരാ വീണിനെ ചോദിച്ചു? ഇങ്ങനെ വീണാരാ? ആര് വീണാലും അതിന് തോന്നുന്നു. ഇമ്മച്ചിയോ? ഇമ്മച്ചി വീണ അങ്ങനെ പറയില്ല. അത് ശ്രദ്ധിക്കണത് ഇമ്മച്ചി എവിടെ മുണ്ടൂല വീണാല്. ടെൻഷൻ ആവും കരുതിയിട്ട് ഇന്നാളെ ഒരു ദിവസം ഒരു ബസ് ഇങ്ങനെ കേറിയിട്ട് എന്നോട് പറഞ്ഞു അതിന്റെ ബാക്ക് എന്തോ ഉണ്ട്. ഇമ്മച്ചി സ്കൂട്ടി മാക്സിമം ഒതുക്കിക്കണം. ബസ് ഇങ്ങനെ പോയി ഇമ്മച്ചി ഹാൻഡിൽ കൊടുത്ത് തട്ടി നിർത്തി കൊടുത്തിക്കണേ. എന്നിട്ട് ഇമ്മച്ചിന്റെ ഹാൻഡിൽമ തട്ടിയിട്ട് ഇമ്മച്ചി ഇപ്പുറത്തേക്ക് വീണു. എന്നിട്ട് ഇമ്മച്ചി മുണ്ടിയിട്ടില്ല. അത് ആരോടും പറയണില്ല ഇമ്മച്ചി. എന്നിട്ട് ഇമ്മച്ചി കുറെ കഴിഞ്ഞിട്ട് ചെറിയത് ചെറിയ സ്പ്രേ. എന്ത് പുഴ? പച്ചപ്പുൽ. അതെന്താ എന്തുകൊണ്ടാ വരിക രാധേട്ടാ? ആശാരി. ഇതിനെന്താ പേര്? ഇത് പൈസ ഇതെന്താ? ആശാരിയല്ല, പെൺകല്ലെന്നല്ലാത്ത മതി. ഇത് പച്ചപ്പയ്യല്ലേ? അത് പച്ചപ്പയ്യല്ലേ? എടാ ഫീഫിന്റെ ഇതൊക്കെ കോലാക്കി കമ്പ്യൂട്ടറിന്റെ സ്റ്റാൻഡ് അല്ലേ ഇത്? അല്ല പഴയതാർക്ക് കൊടുക്കല്ല. അത് ഞാൻ ആരത് എടുക്ക? ഇത് എന്നിട്ട് ഈച്ച് പറയാ അത് മാണേ പഴയതാർക്ക് കൊടുക്കാം, മാണേ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതല്ല പഴയതാരല്ലാതെ ആരത് പുതിയതാരം എടുക്കും. ഇനി ഈ കോലത്തില് രാധേട്ടാ അടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോ സൈഡിൽ കൂടെ തല കോർക്കല്ലേ? ആ എന്നാ തന്നെ മൂന്തമ്മല് ചോരന്റെ പാടുണ്ട്. മീശൊക്കെ കറുത്തിരിക്കണ്ടല്ലോ രാധേട്ടാ. ആ അതൊന്നും വെളുത്തിട്ടില്ലല്ലോ ഇതുവരെ. ഓൾറെഡി ആ കളറാണ്. ആ നമ്മള് വയറിങ് കഴിഞ്ഞു. വയറെങ്ങനെ ഉണ്ട്? സെറ്റല്ലേ? ലൈറ്റ് ഉണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് ഞാൻ എങ്ങനെ മറക്കുക? ഇതൊക്കെ അപ്പൊ വയറിങ്ങിന്റെ പണി തുടങ്ങിട്ടോ. വയറിങ്ങിന്റെ സാധനങ്ങളാണ് ഈ സംഭവങ്ങള്. ലൈറ്റ് ഉണ്ട്. ഇതാ നിമിഷ. ഓ ഫുള്ള് വയറിങ് കഴിഞ്ഞു അല്ലേ? ലൈറ്റ് ഇല്ല. അല്ലേ ഞാൻ പറഞ്ഞു നിന്റെ റൂമിൽ എന്തെങ്കിലും ലൈറ്റ് വേണമെന്ന് പറഞ്ഞത് വീഡിയോ ചെയ്യാൻ. ഇവിടെയും ഫുള്ള് ലൈറ്റിന്റെ സാധനം കിട്ടിയത്. ഇവിടെ ഇങ്ങനെ വയറിട്ടു. വേറെ മാറ്റൊന്നുമില്ല അല്ലേ? പക്ഷെ തേച്ചു. ഇതിന്റെ റൂമ് ഇവിടെ ഇവിടെ കട്ടിലും സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ അങ്ങനത്തെ അല്ല, ഗെയിമേഴ്സിന്റെ അല്ല അല്ലേ? പക്ഷെ നല്ല നമുക്ക് വ്ളോഗ് ചെയ്യാൻ. ഇത് ഡ്രസ്സ് വെക്കാനാണല്ലോ. ഇതൊക്കെയാണല്ലോ പുതിയ തലമുറയിലെ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. വാർഡ്രോബ്. എനിക്ക് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ബാത്റൂം ഇത്ര വലുപ്പം, വാർഡ്രോബ് ഇത്ര വലുപ്പം മതി. അങ്ങനെ ആക്കിയാലോ ബാത്റൂം ഇങ്ങോട്ടാക്കിയാലോ എന്തായാലും പണി. എങ്ങനെ ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടിട്ടേ ബാത്റൂം ഒന്നും കൂടി വലുതാക്കാമായിരുന്നു. അതെ ചെറുതായി പോയി. ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കണത് വാർഡ്രോബ്
വാർഡ്രോബ് ഇതാക്കിയിട്ട് ഇത് ടി വി വെക്കാനോ ആ ബാത്റൂമിൽ സാമഗ്രികൾ അപ്പൊ അതുവരാതേട്ടാ അവിടെ സാധനം വെക്കാം ഇതെന്താ പലചരക്ക് വീടിയേ അപ്പൊ ബാത്റൂമിന്റെ ഇതെനിക്ക് തോന്നുന്നില്ല കാണുന്നുണ്ടോ എല്ലാവർക്കും കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടോ അറിയില്ല നല്ല ഇരുട്ടാണ് പക്ഷെ എന്നാലും മാക്സിമം ലൈറ്റ് അടിച്ച് വിജയിപ്പിക്കേണ്ട ഈച്ചു മാസിലൊക്കെ അപ്പൊ തേപ്പ് കഴിഞ്ഞു അവിടെ തേപ്പ് കഴിഞ്ഞ പോലെ ഇല്ലല്ലോ പക്ഷെ ഓളോബ്രിക്സിന് എന്താ കാണുന്നു കേട്ട് ആണോ പുട്ടേക്ക് വരുമ്പോ റെഡി ആ കാണില്ല ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ പേടി എക്സ്റേ ഒക്കെ കാണുന്ന പോലെ അപ്പോൾ വയറിങ്ങിന്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫുള്ള് വയറിങ്ങിന്റെ സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഓരോ പണി ചെയ്തതും കുറച്ചായി അപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ചായിട്ടോ അല്ലേ വീടിന്റെ പണിക്ക് വന്നിട്ട് കുറച്ചായി ഇവിടെ ഫുൾ വയറാണ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വയറ് മേലഭാഗം ഫുൾ വയറ് സൈഡ് ഫുൾ വയറ് അവിടെ ഫുൾ വയറ് മൊത്തം വയറ് ശംസൊക്കെ ഇത്രയും വയറ് ഇത് 3 ഫേസ് ആക്കിയിട്ടാണോ അത്ര വയറ് ഇതില് ഉണ്ടാവില്ലോ അപ്പൊ അതായത് ഷോർട്ടിന് നമ്മള് DV പിടിയാണ് DV അങ്ങോട്ടാക്കും അല്ല പണി ഇനിയും കുറച്ചുകൂടി കഴിയാണ്ടല്ലേ നോക്കാം ടി വി മറ്റേ ബ്രേക്കറൊക്കെ എടുക്ക് വരും ഓക്കെ അത് ഓക്കെ നമുക്ക് ടി വി ഇവിടെ ഒക്കെ അല്ലേ അവിടക്കല്ലേ അതന്നെ അല്ലേ എന്നിട്ട് ഇങ്ങനെ ഇട്ടാ മതി നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഒരു പടം കാണാനൊക്കെ അല്ലേ ചെറിയൊരു സ്മോളൊക്കെ അല്ലേ പന്തളി ഏട്ടാ ചായ പിടിച്ചോരാ ചേട്ടാ വേണ്ടല്ലോ ടി വി കണ്ടാ മതിയല്ലോ ഈ ഭാഗം എന്തെങ്കിലും ചെയ്യണം ഈ ഒരു സൈഡ് ഈ ഒരു ഭാഗം ഇതെല്ലാവരും ഒന്ന് അഭിപ്രായം പറയട്ടെ അതായത് ഈ ഒരു ഭാഗം ഇവിടെ ഫ്രീ ഉണ്ട് അതായത് കാണിച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വാതിൽ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങണ രീതിയിലാക്കിയേക്കണം അപ്പം ഈ ഒരു സൈഡും ഈ ഒരു ഭാഗം ഒരു ഉപയോഗശൂന്യമായി ഇടണോ അതല്ലെങ്കിൽ ഈ ഭാഗം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം ഈ ഭാഗം നോക്കി നല്ല ഏരിയ ഉണ്ട് അവിടെ അങ്ങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ പോലത്തെ സ്പേസ് ഉണ്ട് വെറുതെ പഴയ കുറെ സാധനങ്ങളും വീട്ടിലത്തെ കുറെ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ വാരി വലിച്ചിട്ടിങ്ങനെ അല്ലാണ്ട് എന്ത് ആ മതിൽ ഇങ്ങനെ വലിച്ച പക്ഷെ എന്നാലും ഇവിടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല നമുക്ക് ഇത് നേരെ കട്ടിട്ടാലോ മണ്ണിട്ടിട്ട് ഈ ആയിട്ട് ആക്കണം അപ്പൊ കിണർ തൂർക്കേണ്ടി വരും കിണർ റിങ് വെച്ചിട്ട് ഒന്നിനെ പൊതിക്കുക 2 റിങ് കൂടി വെച്ചാൽ പൊതിച്ച പോരെ അത് ശരിയാണല്ലോ ആ ബുദ്ധി എന്തുകൊണ്ട് എനിക്ക് വേണ്ടത് വേണ്ടപ്പോ തോന്നണമെന്നല്ലേ പറഞ്ഞേ ആ തോന്നലില്ലാത്തതാണ് ഇന്നെ പല സ്ഥലങ്ങളിൽ എത്തിച്ചത് അതിന് 2 റിങ് കൂടി വെച്ചാൽ പൊതിച്ചിട്ട് മണ്ണിട്ട പോരെ 2-3 വെക്കണം അപ്പൊ ഈ പേരായില്ലേ മനസ്സിലായി റിങ് ഇട്ടാ മതിയല്ലേ റിങ് വെച്ചാ മതി നിങ്ങളൊരു എൻസൈക്ലോപീഡിയനെ ഉണ്ടരാ എത്ര ബുദ്ധിയാണ് ഐഡിയകളൊരു ഐഡിയ വേണം ഐഡിയ ഇല്ലാതെ പരിപാടി നടക്കൂല ഐഡിയ വേണം നിങ്ങൾക്ക് മനസ്സിലായി ഐഡിയ ഇല്ലാതെ നടന്നിട്ടും കാര്യമില്ല രാധേട്ടാ ഐഡിയകൾ ഇനി മുതൽ നമുക്ക് എന്ത് കറക്റ്റ് ഐഡിയകൾ വേണം അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് അവസാനത്തെ ഐഡിയ അപ്പൊ ഈ ഏരിയ എന്താക്കാൻ പറ്റുന്നുള്ള എല്ലാരും പറഞ്ഞുതരട്ടെ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഞാൻ വിചാരിക്കണേ കട്ടൊക്കെ ഇട്ടിട്ട് ചെറിയ ബാർബക്യൂ സ്റ്റേഷനൊക്കെ അടിച്ചിട്ട് വൈകുന്നേരം ഒരു
അത് പറ്റും അത് പറ്റും. ആ ചെറിയ ചെറിയ ബാർബക്യൂ രാധേട്ടാ, ചെറിയ കാട രാധേട്ടാ കേക്ക്, ചെറിയ കാട, ചെറിയ ബീഫിന്റെ ബ്രിസ്ക്കറ്റ്, നല്ല ഉള്ളിലേക്ക് അങ്ങോട്ട് ചെറിയ ചെറിയ കോഴി, ബ്രോയിലർ കോഴി ഇങ്ങോട്ട് ഇങ്ങോട്ട് 4 വരച്ചിട്ട് മസാല തേച്ചിട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് രാധേട്ടാ എന്നിട്ട് ഇങ്ങോട്ട് വെന്തിട്ട് ഇങ്ങോട്ട് അതിനൊരു പീസ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്ത് തിന്നാനുള്ള പല്ലില്ല, അതാണ് പല്ലൊക്കെ ഉണ്ട് ഇതിലാ രാധേട്ടാ. ഇങ്ങളത്ര പല്ല് പല്ലി ഞമ്മക്കില്ല. എന്റെ പല്ലി പോയി. അല്ല നിങ്ങളെ പല്ല് അല്ല ഞാൻ പറയട്ടെ, ഇന്നാലും ഇത്രയും കാലമായിട്ട് ഈ പല്ലൊന്നും പറ്റണില്ലല്ലോ. നമ്മളെ പല്ലൊക്കെ ഒരു 42 ഇത് എത്ര കൊല്ലായ പല്ലാണ്? ജീവിക്കുകയാണെങ്കിൽ 74 കൊല്ലായ പല്ലാണ്. 3 കൊല്ലങ്ങനെ പോയിട്ടുണ്ട് പല്ല് മുളച്ച്. രാധേട്ടനും മമ്മൂട്ടിയൊക്കെ ഏകദേശം ഒരേ ഏജ് ആണല്ലോ. രാധേട്ടനും മമ്മൂട്ടിയില്ല ഒരു പ്രത്യേകം എന്താ പറയുക, മമ്മൂക്കാന്റെ മുടിയും നരച്ചിട്ടില്ല, രാധേട്ടന്റെ മീശയും കാര്യങ്ങളൊന്നും നരച്ചിട്ടില്ല. ആ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവര് ചായ വിട്ടി ചന്ദനം താരിയ ചന്ദനം മണക്കും. അതാണ് അത് കിട്ടി. എന്നാ പോയോക്കല്ലേ. അപ്പൊ ഇതാണ് പെരപ്പണിന്റെ അപ്ഡേറ്റ് കേട്ടോ. വയറിങ് കാര്യങ്ങള് ഫുള്ള് മേലെ കയറിയേക്കണോ? തുറന്നിക്കണോ? തുറന്നോളി, മേലെ കൂടി കയറിയേക്കാം. അപ്പൊ നമുക്ക് മേലെ പോയേക്കട്ടോ. ഇതുവരെ വന്നിട്ട് മേലെ പോയേക്കണ്ട. ഇനിയിപ്പോ ഈ ബാർബക്യൂ ഇടാൻ പറ്റിയ സ്പേസ് മുകളിലാണെങ്കിലും ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. ഈച്ചോ എന്താണ് തപ്പണേ? ഈച്ചോ കൂടിയ ആ പാട്ട് പഠിക്കണം അല്ലേ? ഇതിന്റെ പേരാ ലൈറ്റ് ഇടണ്ട. സെറ്റാക്കി. ഇതെങ്ങനെ സമാധാനത്തിന് ഈ റൂം ശരിയായി, ഒരു റൂം ശരിയായി. ഹൈറ്റും കൂടി. സീലിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും വീടുകൾക്ക്. വൃത്തിയായില്ലോ. റൂമും ബാത്റൂമൊക്കെ വൃത്തിയാക്കിയോ? ബാ നീ സൈഡ് നോക്കാം. അതല്ല വരി. പ്രോട്ടീന്റെ പെട്ടികളൊക്കെ ഒന്ന് ഓണ് സാധനമുണ്ട്. അതില് എലൈറ്റ് ഡയമറ്റൈസ്, അടിയില് ഡയമറ്റൈസ് IS കൊടുക്കണോക്ക്. അടിയില് ഒരു IS കൊടുക്കുന്നുണ്ട്. ISO 100. അതിങ്ങനെ ഉതിരി കാര്യമില്ല. ബ്ലോവർ വെച്ച് അടിച്ചാലും ഇവിടുത്തെ പൊടി പോകില്ല. ഫുള്ള് പൊടിയായില്ലേ, ഫുള്ള് പൊടി പിടിച്ചു. ഈ സാധനം ഞാൻ എങ്ങനെ കറി കയറ്റിയതെല്ലാം ക്ലീനിങ് ടീമിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അല്ലേ? അത് പെരപ്പണിയുണ്ട് എന്തായാലും വേണ്ടി വരും. ഷംസോക്ക, ഓ ഷംസോക്ക എനിക്ക് മിസ്സാണ്. എൻ്റെ ഈ ബെഡാണ്. ഓ ഇതിൽ കിടക്കണ സുഖം ഏത് ബെഡിലുല്ലോ. അങ്ങനെ മൂടിയിട്ടാ നന്നായി. മറ്റേ ഇഞ്ഞേക്ക് പൊടി കറിയിട്ട് സീനാവും. ശരിക്കും എന്റെ റൂമും നമുക്ക് യൂസ് ചെയ്യാലോ. പെയിന്റ് അടിക്കണ്ട, പൊടി തട്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാലോ. എന്റെ ബെഡും കാര്യങ്ങളൊക്കെ. ഈ റൂമിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ബാ ഇത് തുറന്നു നോക്കാം. അപ്പം നമ്മളെ ഏറ്റവും പുതിയ സ്പേസ് ഇവിടെ കേട്ടോ. ദിസ് ഈസ് അവർ ഹോൾ ന്യൂ ഏരിയ. അപ്പം നമ്മളെ വീട്ടിലെ ഏറ്റവും പുതിയ ഏരിയ, ആരും കാണാത്തൊരു ഏരിയ, സ്പെഷ്യൽ ഏരിയ വരുന്നത് ഈ ഒരു ഏരിയ ആവും. ചെർപ്പളശ്ശേരിത്തെ പെര പോലത്തെ. അതൊക്കെ അലാക്കിന്റെ പെര, 4 കോടിന്റെ 5 കോടിന്റെ പെര. അതുപോലല്ല. പുറത്തിങ്ങനെ നിക്കാം. അവിടെയും പുറത്തേക്ക് ഇവിടെയും പുറത്ത് നിക്കാന്നുള്ളൂ. അപ്പൊ ഇത് ഫുള്ള് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ.
സംശയം നമ്മളെ പണിയൊന്നും സോളാറിലല്ലല്ലോ പോണത്, ഫുള്ള് കറണ്ട് അല്ലേ? സോളാർ എടുക്കല്ലേ? സോളാർ ഇപ്പൊ കണക്ഷൻ അല്ല. ആ ആ ആ ഇവിടെ എന്താ ഈ ഗ്രില്ല് ചുമര് തട്ടിയിട്ട് എന്നിട്ട് അപ്പൊ ഫുൾ സ്പേസ് ആക്കും. പക്ഷെ ഇതൊരു ഓക്കെ ആയി. ആക്സസ് ഉണ്ടാവും. ഇതെന്താ എനിക്കൊന്നും വേണ്ട. അല്ല ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ താഴത്തെ റൂമിലുണ്ടാവുക. എനിക്ക് സ്റ്റെപ്പ് കയറാൻ മടിയാണ് എനിക്ക്. അതാണ് ഞാൻ അഫീഫിന്റെ മേലത്തെ റൂം കൊടുത്തത്. വയസ്സും പ്രായമൊക്കെ ആവാൻ പോകല്ലേ, അതുകൊണ്ടാണ്. അത് കേട്ടില്ല നിങ്ങളാരും? വയസ്സും പ്രായമൊക്കെ ആവില്ല, അതാണ് സ്റ്റെപ്പ് കയറാനൊന്നും. ചില രാധേട്ടൻ്റെ ഇതിന്റെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യലുണ്ട്, സൈലന്റ് ആയി നിൽക്കലുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അതൊരു റെസ്പെക്റ്റും ആണ്. എനിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ടുമാണ്. കാരണം അങ്ങനത്തെ സാധനങ്ങളാണ് ഇടുക. എപ്പോഴും എനിക്ക് സംസാരങ്ങളിൽ വിജയിക്കാൻ പറ്റാത്ത ആൾക്കാരിൽ പെട്ട ആൾക്കാരാണ് രാധേട്ടനൊക്കെ. എപ്പോഴും ഞാൻ തോറ്റു കൊടുക്കും. അതാണ് എനിക്കും മൊത്തത്തിൽ ഇത് കണ്ടോണ്ടിരിക്കണം നിങ്ങൾക്കും എല്ലാവർക്കും നല്ലത്. ആഴ്ച മാത്ത ചിലപ്പാണ്ട് പറയും, അത് കേട്ടിരിക്കുക മുതിർന്നവർ പറയുമ്പോൾ. ശംസോക്ക ആഴ്ച മാത്ത ഇടക്ക് വരും. ഈ ഏരിയ എന്താ ചെയ്യാ നമ്മള്? അത് വെള്ളം നിറച്ചൊരു പൂളാക്കിയാൽ മതി. അല്ലേ രാധേട്ടാ? നമുക്ക് ഈ ബാർബക്യൊക്കെ കഴിഞ്ഞിട്ട് നല്ല മറ്റേ സ്വിമ്മിംഗ് പൂളത്തെ നല്ല നീല ടൈലും കണ്ടിട്ട് ചെറിയ ജാക്കുസി പോലത്തെ കുമ്പളങ്ങനെ പൊന്തി ഇങ്ങനെ വന്നിട്ട് നമ്മളെ ചിക്കനും ബീഫൊക്കെ കണ്ട് സെറ്റ് ആയി നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ കണ്ടല്ലോ. ചിക്കന്റെ വർത്താനേ പറയുന്നത് ബീഫിന്റെ. എന്താ കാരണം ചെറിയ വെള്ളം ഒഴിക്കാണ്. സ്വിമ്മിംഗ് പൂൾ ആക്കിയല്ലേ? അവിടെ കൂടി ഇതാക്കിട്ട് ഫുള്ള് അടച്ചാൽ മതി. അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു പൂളാക്കാം. എന്നാ പിന്നെ കാലാകാലം എന്താ വെച്ചാല് മറ്റേ മറ്റേ കൊതുകിനെ മുട്ടടാനും ഇതിനൊക്കെ വലിയ സ്വിമ്മിംഗ് പൂളും ലാസ്റ്റൊക്കെ ഇവിടെ വന്നുകാണ്ട് ഇങ്ങനെ വല്ലതായിട്ട് രണ്ടെണ്ണൊക്കെ വിട്ടുകൊണ്ട് ആരും ഇങ്ങളെന്നെ വരേണ്ടത് അങ്ങനെ. അത് അറിയാതാണ്ട് ഇറങ്ങിപ്പോയാലേ കല്ലിങ്ങാനൊന്നും ഉണ്ടാവില്ലേ, വെള്ളം പറഞ്ഞിട്ട് രാത്രി രണ്ടെണ്ണം വിട്ട് വന്ന് വീക്കണമെങ്കിൽ ഇങ്ങളെന്നെ അതിൽ വീക്കുള്ളൂ. മനസ്സിലായി എനിക്ക് മനസ്സിലായി രാധേട്ടാ. അതിനൊരു ഇളക്കുണ്ട്. വല്ലാതെ ഇങ്ങനെ തൂങ്ങേണ്ട തലമ കൊണ്ട് ഓടി ചാടിയാലേ തൊപ്പി പോലും ലക്ലിങ് അറിയും. അതിനെ അതിജീവിക്കാനേ ചിലപ്പോ പറ്റിക്കൊള്ളുന്നില്ല. ഫാന്റസി പാർക്കിന്റെ ടീഷർട്ടൊക്കെ തോന്നി. ഫാന്റസി പാർക്കിന്റെ ടീഷർട്ട് അല്ല, ഞാൻ ഞെട്ടിപ്പോയെന്തറിയോ, ഫോണിക്ക് വന്ന കോൾസിന്റെ ഫാൻസി നമ്പറുകളാണ്. 999 എന്റെ അവിടെ നമ്പർ, 222 എന്റെ അവിടെ നമ്പർ, 477 നമ്പർ, 43 ഇതൊക്കെ ആരാണ്? അന്തർദേശീയ കോണ്ടാക്ടുകൾ ആരൊക്കെയാണ്? ആരറിയില്ല. ഞാൻ എടുക്കലേ ഇല്ല. അങ്ങനെ വന്നാല് ഒന്ന് എടുത്ത് നോക്കിക്കോണ്ടി. അറിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് വീട് പണിന്റെ അപ്ഡേറ്റ് ഇട്ടാ. അപ്പൊ ആ കുതിരക്കാരന്റെ നമ്പർ ഓന്റെ പേര് എഴുതി വെച്ചിരുന്നു. അപ്പൊ ഫോണിന് പോയോ? എന്താ റാമല്ല ഫീഫിന്റെ XPG ഗെയിമിങ് S70 ബ്ലേഡ് ഡൊമിനേറ്റർ RGB ലൈറ്റ് അല്ലേ ഈശോ? ഇതാ ഫീഫിന്റെ ഹെഡ്ഫോൺസിന്റെ ഒക്കെ എന്തോ കുറ്റികളാണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ ഫുൾ അപ്ഡേറ്റ്സ്. സാധനങ്ങൾ ഫുള്ള് കെട്ടിക്കിടക്കാനുണ്ടോ, ഷൂസുകൾ ഫുള്ള് ഇവിടെ കെട്ടിക്കിടക്കണം. എല്ലാം ഒന്ന് ട്രാക്കിലാവാൻ എനിക്കൊന്ന് നല്ലൊരു സമയം എടുക്കും. എങ്ങനെ ഇതാണ്. അപ്പോൾ വയറിനെ കുറിച്ച് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് വയസ്സ് തന്നിട്ടുള്ള കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുള്ള ടീം വിൽവെക്സ് ആണ്. വിൽവെക്സിൻ്റെ വയസ്സാണ് ഫുള്ള്. അപ്പോൾ വിൽവെക്സിൻ്റെ ഷോറൂമിൽ നമ്മൾ പോയതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹനാൻഷ 120 വയസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളില്ലല്ലേ, ഉപയോഗിക്കാൻ തുടങ്ങണമല്ലോ. ഓക്കെ ബല ഷോറൂം പോയി നമ്മള്. മനസ്സിലായി. അടിയിറങ്ങാം. അപ്പം വിൽവെക്സിന്റെ ഷോറൂമിൽ നമ്മൾ പോയ വിൽവെക്സ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വയറിന്റെ കമ്പനിയുണ്ട്. അതായത് ഒരുപാട് വിൽവെക്സിനെ കുറിച്ച് പഠിക്കാനും അറിയാനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോയ ടൈമിൽ നമ്മൾ കുറെ അറിഞ്ഞ് മനസ്സിലാക്കി, ഉള്ളിൽ കയറി കണ്ട് എങ്ങനെയാണ് വയർ ഉണ്ടാക്കുന്നത്. കോപ്പർ ആദ്യം ഇതാക്കിയിട്ട് പിന്നെ അതിന് കോട്ടിങ് കൊടുത്ത് പിന്നെ ഡബിൾ കോട്ടിങ് കൊടുത്ത്
ഡബിൾ കോട്ടിങ് കൊടുത്ത് ഇത് പേരും ചൂടാവും. ചൂടുള്ളത് ഫുള്ള് വെള്ളത്തിൽ കൂടെ വിട്ടിട്ടാണ് വയറിങ്ങനെ ചുറ്റി 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 വയറുണ്ടാവണ ഫുള്ള് നമ്മള് സീന്. പക്ഷെ ഇത്ര സ്ഥലം മതി വയറുണ്ടാക്കാൻ. ഇനി ബുദ്ധി കൂടി മെഷീനാള് വേണം. എല്ലാം ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലേ നമ്മളെന്നോ എവിടെ എത്തിപ്പോയിനി. ഓരോന്നിനും ഓരോ ആൾക്കാരില്ലേ. നമുക്ക് ഒന്ന് കണ്ടുപഠിച്ചാണ്ട് പിന്നീട് ഉണ്ടാക്കി കൂടെ. എന്നാ രാജേട്ടൻ ഒരു ദിവസം ഞാൻ ഇവിടെ ഉണ്ട്. അല്ല ഇപ്പൊ ചൂടി പിന്നെ കയറ് പിരിക്കുന്നുണ്ട്. ചൂടി ഇതാക്കിയിട്ടല്ലേ കയറ് പിരിക്കണം. അതിപ്പോ കണ്ടിപ്പോ എത്ര പെണ്ണുങ്ങള് കയറുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇത് കൈത്തറി അല്ല രാധേട്ടാ വയറ്. കൈത്തറി ഹാൻഡ്ലൂം അല്ല. ആ മെഷീന്റെ സഹായമാണെന്നോ. കോപ്പർ ഉരുക്കി മറ്റേ ടേപ്പർ ചുറ്റി വരണ്ടേ. ആധുനിക മെഷീനുകളുടെ സഹായമാണ്. പിന്നെ ഇതൊക്കെ വർക്കാവണ്ടേ. നല്ല പണി വരും. നല്ല പണി വരും. ആരാന്റെ പേരിൽ ലൈറ്റ് കത്താൻ കാരണക്കാരാണ് സാധനമാണ് വിടുന്നത്. വയറെ കൂടെ ചൂടാക്കി വെള്ളത്തിൽ കൂടെ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം അങ്ങനെ അത് പറഞ്ഞൊരു ഫ്ലവർ ലൈറ്റ് ആണ്. ആൻഷ്യന്റ് നമ്മള് ചൈനന്ന് ഇമ്പോർട്ട് തിരിയോ ലൈറ്റ് തിരിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആള് തിരിച്ചോണ്ട് ഇല്ല അങ്ങനെ തിരിയില്ല. ഫാൻ തിരിയും പോലെ ലൈറ്റോ ഏതാ അങ്ങനെ തിരിയുന്ന ലൈറ്റുകളുണ്ടല്ലോ. അല്ല നമ്മൾ അടിയിൽ വെക്കാം. എന്തായാലും കൊറേ വയറിങ് കിട്ടണല്ലോ അല്ലേ. അതൊക്കെ പാടും എന്തിനാ അത്രയൊക്കെ വയറിങ് അവിടെ. നമുക്ക് കാണാം. വീട് പണി കഴിയുമ്പോ കാണാം നമുക്ക്. അതെന്തായാലും സുഹൃത്തുക്കളെ നമ്മളെ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ നമ്മളെ വീടിന്റെ പണി ഡ്രീം ഡിസൈൻ സൊഫാനിക്കും കൂട്ടുകാരാണ് വീടിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം അതിന്റെ അവസാന സംഭവങ്ങളിലേക്ക് നമ്മളെ വീട് പണി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ലോങ് വീട് പണിക്ക് ആവും, കംപ്ലീറ്റ് ആവാൻ എത്ര സമയമാവും എന്നുള്ളത് നമുക്കറിയില്ല. എന്താ സംഭവം? പെരപ്പണി കുടിയേക്കലൊക്കെ കഴിഞ്ഞ അഫീഫിന്റെ തലമൊക്കെ സീലിംഗ് പറഞ്ഞു ആയിട്ടിസ് തന്നെ പ്ലിങ്കോം. അല്ലല്ലോ അഫീഫിന്റെ മേത്തേക്ക് ഒരു സീലിംഗ് ഒക്കെ ഒന്ന് പൊളിഞ്ഞാടണം. ഓന് റിസ്ക് ഇല്ലാതെ ജീവിക്കുന്ന ആളാണ്. ഇതാ കണ്ടോ അഫീഫിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? +2 അഫീഫിന്റെ ഇത്രയുള്ള അഫീഫിന്റെ ജീവിതം. അഫീഫ് എന്താ സംഭവം ചോദിച്ചാൽ ഇത് കാണിച്ചു കൊടുത്താൽ മതി എല്ലാവരും. ഇതാണ് അവന്റെ ജീവിതം. എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവരും കണ്ടോളി, എൻജോയ് ചെയ്ത് നടക്കുക. ഏട്ടന്മാരെ ചെലവില് പണികളൊന്നുമില്ല. പക്ഷെ പഠിച്ചിട്ടുണ്ട്. മറ്റേ സമ്മാനങ്ങൾ വാങ്ങി വിലപിടിപ്പുള്ള ഏട്ടന്മാർ നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിച്ച് അതൊക്കെ ഉപയോഗിച്ച് മറ്റേ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഗെയിമിംഗ് സെറ്റപ്പ് വീട്ടിൽ വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗെയിം കളിച്ച് വൈകുന്നേരം ശവായ തിന്നിട്ട് വേൾഡ് കപ്പ് കണ്ട് കടന്നുറങ്ങുക. +2 കഴിഞ്ഞിട്ട് എന്തിന് പോണെന്ന് പോലും എന്തിന് ഐഫോന്റെ അതായത് ഒന്ന് നീച്ചപ്പോൾ അറിയോ വൈകുന്നേരം 5 മണിക്ക് ഞാൻ ബ്ലോഗ് എടുക്കാൻ പോലെ ഞാൻ ഉറങ്ങും, നിങ്ങൾ പോയി പോരി. ഇന്ന് രാത്രി കളി കാണാനാണ്. ഇന്ന് രാത്രി ഇന്നോ നോർവേനോട് ആണോ? വെല്ലുവിളിച്ചിക്കണേ. ഈ ചോദ്യം 2X അല്ലതിണ്ടല്ലോ ഇനിയുണ്ടോ? ഇത് ഡക്കാത്തലോണല്ലേ, ഇത് മാറ്റാനേക്കണ ഇങ്ങനത്തെ വേറെ എടുക്ക്. നീലൊക്കെ പോയിക്കണേ. ഞാൻ അപ്പൊ അതേടല്ലോ. ഞാൻ ആകെ എന്താ ലൈഫിലുള്ളത് അറിയോ? ഇന്റെ അടുത്തുണ്ട് 1000കണക്കിന് ഡ്രസ്സുകൾ എന്റെ അടുത്തുണ്ട്. ഈ ഒരു 2 ട്രൗസറും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു 4 ഷർട്ടും ഉണ്ട്. ഇതിന് 300 റുപ്യ ഉള്ളൂ. ഇതിന് 300 റുപ്യ, ട്രൗസറിന് 260 റുപ്യ എന്തോ ഉള്ളൂ. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ മാറി മാറി പോർച്ചുഗൽ നാളെ അവസാനത്തെ കളിയുണ്ടോ പോർച്ചുഗലിന്റെ? അതേട്ടാ സ്പെയിനോടാണ്. പിടിച്ചു കെട്ടും. ഇത് പെരീക്കടിക്ക് നാളെ. ആദ്യം കൊണ്ടുപോയിച്ചോ. അതാ ഫീഫിന്റെ റോഡിന്റെ മൈക്കാട്ടെ. എനിക്ക് പറയണ എന്താ വെച്ചാല് ഇങ്ങളെ ഗോളി ഇങ്ങളെ ഡിഫൻസ് നാളെ അടിപൊളി ആവുകയാണെന്നുണ്ടെങ്കിൽ ഗോളി ഉഷാറാണ്. ഇങ്ങളെ ഡിഫൻസും ഇങ്ങളെ മിഡും ആണ് ഇങ്ങളെ സൈഡിൽ നിന്ന് കളി വരുന്നത്. പിന്നെ ഫിനിഷിങ് അതായത് നിങ്ങളുടെ ടീമിൽ 3 പോരായ്മയും കണ്ടത്. ഒന്ന് ഡിഫൻസ് അന്തംപടലാണ്. പാസ് ഒക്കെ ഇടുമ്പോൾ കുറേ സ്പേസ് ഉണ്ട്, പ്രസ് ചെയ്യണില്ല. പിന്നെ അതായത് ബാക്ക് പാസ് വൻ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കളി കണ്ടതിൽ വെച്ച് മാറ്റണം, ഫുള്ള് മാറ്റണം. പഴയ ടാക്ടിക്സ് ഇറങ്ങിയിട്ട് കാലം. ഈ ഫിനിഷിങ്ങോ അതിന് മാത്രം ഫിനിഷിംഗ് ഒന്നുമില്ല, ഒരു മീഡിയം ഫിനിഷിംഗ് ആണ് വേണ്ടത്. ബോളൊക്കെ വരുന്നുണ്ട്, കുറെ ബോൾ നിങ്ങൾ ഫിനിഷ് ചെയ്യണില്ല കൊണ്ടെങ്ങാണ്ട് അവിടെ കൊണ്ട്. ഇഫ്ര ആയിക്കൂടെ പോവല്ലോ. മാറുന്ന കുട്ടിയെ ഇങ്ങോട്ട് പോന്നളാ. 12 അല്ലയോ? ഇഫ്ര ഇങ്ങോട്ട് പോന്നളാ, ഇങ്ങോട്ട് പോന്നളാ. പ്ലക്കിംഗ് അറിയും.
10 പിടിച്ച അമ്മ എന്നോട് പറഞ്ഞത് ഒരു ബ്രോസ് ഒരു സമനപ്പാണ്. ഇപ്പൊ എത്ര കിട്ടി? 10 കിട്ടി. 10 കോട്ടെടുത്ത് പിന്നെ ഞാൻ നിർത്തിയാ. ഞാൻ എന്റെ കോട്ടയപ്പോ കാലുമ്പ് തട്ടണ്ട ടോംസൊക്കെ പിടിച്ചാൻ ഊറ്റം കാണ്ടി സ്വയം കൊടു. ഇവിടുത്തെ എലിന്റെ മോച്ചായ എനിക്കറിയാം. എലിന്റെ മോച്ചായോ ഈച്ചോ? നമ്മളെ കൊറേ സാധനങ്ങളൊക്കെ എവിടെയാന്നുള്ളത്. ബാഗും ഇതാ എലൈറ്റ് 100%. അതിൻ്റെ അതാ ഓണ് അതിലുണ്ട്. ഇനിയതാ ISO പുതിയതാണല്ലോ. ഡേറ്റ് കഴിഞ്ഞാ നോക്കിനോ? എത്ര കഴിഞ്ഞു? കുറേ കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ യൂസ് ചെയ്യാം. നല്ല വില ഉണ്ടായിന്. പെരും വിലയാ. 2025 രാധേട്ടാ കുതിരക്ക് കൊടുക്കല്. കുതിരക്ക് കൊടുക്ക. അമൃതപ്പൊടിയാണ്. കുതിരക്ക് കലക്കി കൊടുത്താൽ മതി രാധേട്ടാ. പക്ഷെ ഒരു കൊല്ലം വരെ കാല് നോക്കിട്ടോ, കാല് കെണി അടിക്കണ്ട. കെണി അടിക്കാൻ കേട്ടോ. രാധേട്ടൻ കുടിച്ചില്ലേട്ടാ രാധേട്ടാ? പ്ലീസ് രാധേട്ടൻ കുടിക്കരുത്. വില കൂടുകയും ചെയ്തു, ഗ്രാം കുറച്ചും ചെയ്തു. എല്ലാത്തിനും എന്തിനാ വില കൂടാതെ? ആപ്പിൾ പ്രൊഡക്ട്സിന് ഫുള്ള് വില കൂടി, പ്രോട്ടീൻ പ്രൊഡക്ട്സിന് ഫുള്ള് വില കൂടി. അടുത്ത മാസം മുതൽ ഐഫോൺ 30,000 കൂടി കൂടണോ? തന്നെ സെപ്റ്റംബറിലോ? ഐഫോണിന് ഫോണുമ്പോ 30,000 റുപ്യ. ഒരു ഫോണിലോ 160 ലാപ്പ് ഇപ്പോ 2. ഗിഫ്റ്റ് കൊടുക്കാമല്ലോ ഒക്കെ നേരത്തെ കൊടുത്തു. നന്നായി. ഈ ഗിവവേകളുടെ ഒക്കെ വാല്യൂ കൂടും കേട്ടോ. പണ്ടത്തെ ഐഫോൺ 1,00,000 റുപ്യ ആവില്ല. 130, 150. അപ്പോൾ ഇതാ ഇനി വയറിങ്ങിൻ്റെ പരിപാടിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. വയറിങ് നമുക്ക് തന്നത് ഫുള്ള് വിൽബെക്സ് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് തൃശ്ശൂരിൽ. അപ്പോൾ അവിടെ നമ്മൾ അവരുടെ ഫാക്ടറി പോയിന്. അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ നമ്മളെപ്പോലെ തന്നെ നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു വയറിൻ്റെ ഫാക്ടറിക്ക് പോകുന്നത്. അതുപോലെ തന്നെ വയറിൻ്റെ ഫാക്ടറി കാണാതെ അവിടുത്തെ വിശേഷങ്ങൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്രയും കമ്പനീസിനിടയിൽ വി ചൂസ് വിൽബെക്സ് എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളും വരുന്ന വീഡിയോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോയേക്കാം. ഹായ്. അപ്പോൾ ഞാനും ബാസിലും ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലൈറ്റ് ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോണ വഴിക്കാണ് നമ്മളിവിടെ കയറിയിട്ടുള്ളത്. നമുക്കിന്നൊരു അത്യാവശ്യം ഇവിടെ കയറലുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുവന്നിട്ടുള്ളത് വീടിൻ്റെ വീഡിയോസാവും, വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസാവും. അപ്പോൾ നമുക്ക് ഇനി ഉള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറിങ് പരിപാടിയാണ്. ഓരോ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു? വയറിങ് വരെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്തൊക്കെ കഴിഞ്ഞു? ഇഞ്ചൊരു വരപ്പണി നടത്തിയ ആളാണല്ലോ. എന്തൊക്കെ കഴിഞ്ഞേക്കും? തറകെട്ടല്. തറ പിന്നെ നമുക്ക് ആദ്യമുണ്ട്. ഇല്ലാത്ത കുറച്ച് തറ എക്സ്ട്രാ കിട്ടി. പിന്നെ കെട്ടിപ്പടുത്തു. പിന്നെ തേച്ചില്ല. വയറ് ഇട്ടാലേ തേക്കല്ലുള്ളൂ. പുറം ഭാഗം വയറിടാത്ത ഭാഗങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ പൈപ്പ് ഇട്ട്, പിന്നെ അല്ലറ ചില്ലറ വാർക്കാനുള്ള സ്ഥലങ്ങളൊക്കെ മേലെ ഭാഗം വാർത്തു, ഗ്രില്ലിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനെന്താ പറയാ, വയറിങ്. അപ്പൊ വയറിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കണ്ടിട്ടുള്ള, അതേപോലെ തന്നെ നമ്മളെ വയറിങ് ചെയ്യണിക്ക് നമ്മളോട് സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്ത ഒരു ടീമായിരുന്നു ഇതാ വിൽബെക്സ്. തൃശ്ശൂരുള്ള ബ്രാൻഡാണ്. എല്ലാവർക്കും ഒരുവിധം ഈയിടെയായിട്ട് വീട് വെച്ച എല്ലാവർക്കും അറിയണ ഒരു ബ്രാൻഡ് തന്നെ ആയിരിക്കും വിൽബെക്സ് എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള വയേഴ്സാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലുപരി ഇവർക്ക് വലിയൊരു ജേണി പറയണ്ട. അതായത് ഈ കാണുന്ന സ്ഥലം ഫുള്ള് എന്ന് പറഞ്ഞാൽ കേട്ടോ, കുഴപ്പമില്ല. ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. 2018 ഫ്ലഡിൻ്റെ ടൈമിൽ ഈ കാണുന്ന ഏരിയ ഫുള്ള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 എത്ര കോടിൻ്റെ മേലെ നഷ്ടം വന്നിട്ട് ഫുൾ സാധനങ്ങൾ മുങ്ങിപ്പോയതാണ്. അതായത് വെള്ളം നിറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫാക്ടറി സാധനങ്ങൾ, ഓരോ പ്രൊഡക്ട്സ് സാധനങ്ങൾ, അതിൻ്റെ പുറമെ തന്നെ മെഷീനറീസ്, പേപ്പേഴ്സ്, കാര്യങ്ങൾ, ഇവരെല്ലാ രേഖകളും നഷ്ടപ്പെട്ടിട്ട് അതിന് ശേഷം ഇപ്പോൾ ഇൻഷുറിന് പോലും അങ്ങനെ വലിയ ഹെൽപ്പ് കിട്ടാഞ്ഞിട്ട് അതിന് ശേഷം ലോണ് കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വലിയൊരു കംബാക്കിൻ്റെ സ്റ്റോറി വിൽബെക്സിന് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ഒച്ചിമുളിയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഫുൾ ഒച്ചിമുളിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും. അപ്പോൾ വയറെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ, നമ്മളെ ശോഭ സിറ്റീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിൽബെക്സ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇവർക്ക് ബാക്കിയുള്ള വയസ്സ് കിട്ടുന്ന പോലെ ഇടനിലക്കാർ കാര്യങ്ങളില്ല. കാരണം വേറൊരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വിൽബെക്സ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമേഴ്സ് നേരിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ രാവിലെ മുതൽ വണ്ടിക്ക് വെക്കണേ കാണിച്ചു കൊടുത്താൽ രാവിലെ മുതൽ
ആൾ വരുന്നത് വണ്ടിയിലേക്ക് ഫാമിലീസായിട്ട് വന്നിട്ട് ഓൾക്ക് ആവശ്യമുള്ള വയസ്സ് ഫാമിലീസ് വാങ്ങിപ്പോണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഷോപ്പിൽ നിന്ന് ഇവരുടെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ഷോപ്പിൽ കിട്ടുന്നതിനെക്കാട്ടിലും പ്രൈസ് കാര്യങ്ങൾ കുറച്ചിട്ടാവും നിങ്ങൾക്ക് ഇവിടെ വയസ്സും കാര്യങ്ങളും കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മൾ ഫാക്ടറിയിലും ഇതിൻ്റെ സംഭവത്തിലും എത്തിയ സ്ഥിതിക്ക് ഇവരെ ഓഫീസിലും എത്തിയ സ്ഥിതിക്ക് നമുക്ക് അഗസ്റ്റിൻ ചേട്ടനൊന്ന് കാണണം. അതുപോലെ തന്നെ മോനുണ്ട് വിനയ്. അവരാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വയസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളടുത്തേക്ക് വന്ന രണ്ടാൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ ഫാക്ടറി സംഭവങ്ങളൊക്കെ നമുക്കൊന്നുള്ളിൽ കയറിയിട്ട് കാണാം. പിന്നെ നമ്മൾ കാണാൻ പോണത് വിൽവെക്സിൻ്റെ ഫാക്ടറിയാണ്. ഇതാണ് അഗസ്റ്റിൻ ചേട്ടൻ. വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. ഒരുപാട് കംബാക്കിൻ്റെ സ്റ്റോറിങ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റി. കഴിഞ്ഞ ഫ്ലഡിൽ ഇങ്ങനെ കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നതും പിന്നീട് ഫുള്ളി നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്തവിടുന്ന് കരകയറി വന്നൊരു ജേണിയാണ്. അപ്പോൾ വലിയ ഒരു കംബാക്ക് ആയിരുന്നു അല്ലേ? അപ്പോൾ അന്നത്തെ സമയത്ത് എന്താണ് സംഭവിച്ചത് ശരിക്കും? അത് 2018 ഓഗസ്റ്റ് 15 ഫ്ലഡ് ഉണ്ടായല്ലോ. അപ്പോൾ അത് പെട്ടെന്നൊരു 2 മണിക്കൂറിനുള്ളിൽ മൊത്തം വെള്ളം കയറി, ഫുള്ള് വെള്ളം കയറി. പിന്നെ ഒരു 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് കയറാൻ പറ്റിയത്. കയറി വരുമ്പോഴേക്കും എല്ലാം നശിച്ചു പോയിരുന്നു. എല്ലാം ബിൽഡിങ്ങും മെഷീനറിയും എല്ലാം ഒന്നും ഉണ്ടായില്ല ഇവിടെ. മതിൽ പോലൊക്കെ പോയി എല്ലാം. അതിനുശേഷം നമ്മൾ 2021 കോവിഡിൻ്റെ കാലഘട്ടത്തിൽ രണ്ടാമതും പുതിയ ബിൽഡിംഗ് തുടങ്ങി. എല്ലാം പുതിയതാണ്. അപ്പോഴും നമ്മളൊരു ചെറിയ മെഷീനൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയിരുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അതായത് ഫേസ്ബുക്കിലും മലയാളത്തിലൊരു കുറിപ്പ് പോലെ എഴുതിയിട്ടുണ്ട്. അത് ജനങ്ങളോട് ഒരു അഭ്യർത്ഥന പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ 30 വർഷമായ കമ്പനിയാണ്, പെട്ടെന്ന് ഫ്ലഡ് നശിച്ചു പോയത്. ഭയങ്കര സപ്പോർട്ട് കിട്ടി. പിന്നെ ആളുകൾ വളരെ ഹാപ്പിയാണ് ക്വാളിറ്റിയുടെ കാര്യം. അതിനോടെല്ലാവരും പറയുന്നുണ്ട്. അത് ആ ക്വാളിറ്റി കാരണം ഞങ്ങൾ മലയാളികളുടെ സപ്പോർട്ടും കാരണം ഇന്ന് ഇമ്പോർട്ടൻറ്റ് ഫേവറേറ്റ്. കാരണം രാവിലെ തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എത്രയോ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എല്ലാവരും ഇവിടെ വന്ന് വാങ്ങി എന്താ വിചാരിച്ചപ്പോഴാണ് ഡയറക്റ്റ് മാത്രമേ ഇവിടെ വരുന്നവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ പേയ്മെന്റ് ഇടുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ഡെലിവറി ഉണ്ടാവും. ഡെലിവറി അയച്ചു ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി കൊടുക്കാറുണ്ട്. ഫാക്ടറിയാണ്. അപ്പോൾ ഇതാണൊരു വയറിൻ്റെ ഫാക്ടറി ഇട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വയറിൻ്റെ ഫാക്ടറിക്ക് പോണത്. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യാ? വലിയ പ്രിക്കോഷൻസ് ഒന്നും വേണ്ട തോന്നല്ലേ? ഇല്ല, വളരെ സിമ്പിളാണ്. കേബിൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പ്രാധാന്യം. അതായത് കോപ്പർ, PVC അതൊക്കെ പല ക്വാളിറ്റികളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ എന്താ മാർക്കറ്റിൽ ഭയങ്കര കൺഫ്യൂഷൻ നടക്കുന്നത്, എല്ലാ ബ്രാൻഡുകളും 3-4 തരം കേബിൾ ഇറക്കാണ് വില കൂടിയപ്പോൾ. പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല, ഒറ്റ ക്വാളിറ്റി മാത്രം. ഇപ്പോൾ ഈ മെഷീനിൽ 187 മീറ്റർ കേബിൾ ഉണ്ടാക്കുന്നുണ്ട് 1 മിനിറ്റിൽ. 1 മിനിറ്റിൽ അങ്ങനെ 2 മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 400-ൻ്റെ അടുത്ത്. 400 മീറ്റർ. ഏകദേശം 4 കോയിൽ ഉണ്ടാക്കും. 90 മീറ്ററാണ്. അതെല്ലാം ഓട്ടോമാറ്റിക്കാണ്, ഇമ്പോർട്ടഡ് മെഷീനുകളാണ്. അതൊക്കെ പണ്ടൊക്കെ മാനുവലാണ് എല്ലാം ചെയ്ത്, ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് നടക്കും. ഇവിടെ നമ്മൾ കോപ്പർ ലോഡ് ചെയ്യും, ഇവിടെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ കേബിളിൻ്റെ ഡബിൾ കോട്ടിംഗ് ആണ് വരുന്നത്. ഒരു കോട്ടിങ് അവിടുന്ന് വരും, ഒരു കോട്ടിങ് ഇവിടുന്ന്. അത് കഴിഞ്ഞ് ഇവിടെ ഈ കോപ്പർ ഇവിടേക്ക് കിടക്കുമ്പോൾ അത് കേബിളായി. ഡബിൾ കോട്ടിങ് കഴിച്ച് കേബിൾ വരും. അതായത് ഇത് കോപ്പർ, അതെ, ഇത് കോട്ടിങ് കഴിഞ്ഞ് കേബിളായി. അതായത് ഇവിടുന്ന് കോപ്പർ വരും. തൊടണ്ടോ, കോപ്പറാവും. അയ്യോ, കോപ്പർ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കോട്ടിങ്, ഡബിൾ കോട്ടിങ് കഴിഞ്ഞിട്ട് നേരെ പോണ്. 1 മിനിറ്റിൽ 187 മീറ്റർ അല്ലേ? 1 മിനിറ്റിൽ 187 മീറ്ററിൻ്റെ കേബിൾ ഉണ്ടാവും. ഇവിടെ ഒരുക്കണത് ഇത്ര 184-190 ഡിഗ്രി ചൂടിലാണ് ഒരുക്കണത്. നമ്മളിവിടെ വെച്ചൊന്ന് തണുപ്പിച്ച് പിന്നെ ഇവിടെ നമ്മളുടെ പേര്, ISIയുടെ നമ്പർ എല്ലാം പ്രിന്റ് ചെയ്യും. നമ്മൾ ഇതാണ് പ്രിന്റിങ് നടക്കുന്നത്. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തണുപ്പിച്ച് നമ്മളവിടെ ഹൈ വോൾട്ടേജ് ടെസ്റ്റ് ഇവിടെ കടത്തി വിടും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഓട്ടോ കോയിലിങ്ങിലേക്ക് റീചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് ലാബുണ്ട്. ആ ലാബിൽ കൊണ്ടുപോയി നമ്മൾ റാൻഡം സാമ്പിളുകൾ ചെക്ക് ചെയ്യും. ഇത് റൗണ്ടാക്കി എടുക്കണേ എവിടുന്നാണ്? ഇത് ഫുള്ള് പാക്കി വെച്ചതാ. അത് നമ്മളെന്ന് വെച്ചാൽ ചില നോർമൽ വരുന്നത് 90 മീറ്ററിലായിരുന്നു. ചില ആൾക്കാർ 200 മീറ്റർ 500 മീറ്ററൊക്കെ നീളത്തിൽ ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കി വെക്കണം. അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും.
ഇതാണ് വാങ്ങാൻ വന്ന കേബിൾ കേട്ടോ. ഈ ബോക്സാണ്. പക്ഷെ എന്താ വെച്ചാൽ പുറത്തൊന്നും വാങ്ങാൻ കിട്ടൂല. എല്ലാവരും ഇവിടെ തന്നെ വരണം. അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾ ആവശ്യം, എന്ത് കേബിളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഒരു വീട്ടിലേക്ക് അയച്ചു തരുകയും ചെയ്യും. അതൊരു നല്ല ഓപ്ഷനാണ്. കാരണം ഇവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും എത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ ഹോം ഡെലിവറി ചെയ്യാൻ പറ്റും. 90 മീറ്ററിൽ സെറ്റ് ചെയ്തേക്കാം. 90 മീറ്റർ ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടും കേബിൾ. ഇതേമാതിരി അപ്പോൾ ഇവിടെ 90 മീറ്റർ ആകുമ്പോൾ ഇത് ഓഫായി ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ 2 മെഷീൻ ഓടിക്കൊണ്ടിരിക്കും അറ്റ് എ ടൈം 2 മെഷീൻ. പല കളറുകൾ ഓടിക്കും. കളറിൽ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. നോർമൽ കളറുകൾ പറയുന്ന കളറുകൾ കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ കളേഴ്സിലും ഉണ്ടാവും. എല്ലാ കളറും. ഇതിപ്പോൾ ചുറ്റൽ തുടങ്ങും കേട്ടോ. അടിയിൽ ചുറ്റണമെങ്കിൽ അടി ഫുൾ വയേഴ്സ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. 90 മീറ്റർ ആണ് നോർമൽ സ്റ്റാൻഡേർഡ് ബോക്സിൽ വരുന്നത്. ഒരു ബോക്സിൽ ഇങ്ങനത്തെ ഒരു ഇത് വരും. ചൂടൊക്കെ പോയാൽ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. ഇങ്ങനെ 90 മീറ്ററിൻ്റെ ഒരു കേബിളാണ് വരിക കേട്ടോ. ഇതേപോലത്തെ എല്ലാ ബോക്സിലും 1 മിനിറ്റിൽ എത്രത്തോളം സാധനമാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതിലാണ് കാര്യം കേട്ടോ. അവിടെ അതും അവിടെ നമ്മുടെ സ്റ്റോറൂം അവിടെ സ്റ്റോറൂം. അപ്പം നമുക്ക് വിൽഡക്സിൻ്റെ സ്റ്റോറൂം കാണാം. ഓർഡർ അനുസരിച്ച് ഇവിടുന്ന് പാക്ക് ചെയ്തുകൊണ്ട് പാട്ടൊന്നും ഓഫാക്കോ, കാരണം കോപ്പിറൈറ്റ് വരും വീഡിയോക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ഗോഡൗൺ, നമ്മളുടെ സ്റ്റോർ. ഇതാണ് ഷോറൂം വരുന്നത്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അയക്കാനുള്ള പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇപ്പോൾ ഏകദേശം എത്ര സ്ഥലത്തേക്ക് പോകണുണ്ടാവും? ഒരു മിനിമം കണക്കിൽ ഏകദേശം ഒരു 100 ബില്ല് പോകും. 100 ബില്ല് ഡെയിലി. എന്തായാലും ഡെയിലി 100 കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അത്രയും വീടുകൾ ഓരോ ദിവസം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അല്ലേ? വയസ്സിൻ്റെ കളറിൽ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലല്ലോ? ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമ്മളിപ്പോൾ ഇലക്ട്രീഷ്യൻ ഉണ്ടാക്കുന്നുണ്ട്. 7 കളർ. അത് ഇലക്ട്രീഷ്യന്മാർ കളർ നോക്കിയിട്ട് ചിലർ വയർ ചെയ്യാം. അപ്പോൾ അവർ പറയുന്ന കളറുകൾ ഞങ്ങൾ ഇവിടെ അയച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ബ്ലാക്കിലും യെല്ലോയിലും ഇഷ്ടമുള്ള കളറിൽ ഏതാ വെച്ചാൽ ആ സംഭവം ഉണ്ട്. ഇത് ഫുള്ള് വരെ സ്റ്റോക്കാണ് കാണുന്നത്. ഫുള്ള് സ്റ്റോക്കാട്ടാ. ഇത് നമ്മളെ അവിടുത്തെ നാട്ടിലത്തെ സ്റ്റോക്ക് തന്നെയാണ്. ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ ആലോചന എന്താ പറയുക, പണ്ട് ചെമ്പമ്പി തൂക്കിയിട്ടിനി അതിൻ്റെ ഉള്ളിലത്തെ വയറ് കടിച്ചു വലിച്ച് കീറിയാണ്ട് ആ ചെമ്പ് മാത്രം തൂക്കി വെക്കും. അതിന് നല്ല പൈസ നോക്കണേ. എനിക്ക് വേറെ ആവശ്യമുണ്ടാ ചേട്ടാ? ഇതിൽ കട്ടിയുള്ളതും കട്ടിയുള്ളത് എന്താ? പവർ പ്ലഗിന്റെ അല്ല, പവർ പ്ലഗ് അല്ല, വലിയ മോട്ടറുകൾക്ക്. പിന്നെ മീറ്ററിൽ നിന്ന് നമ്മൾ മെയിൻ സ്വിച്ചിലേക്ക് കൊടുക്കാനൊക്കെ വലിയ കനകൾ. അപ്പോൾ അവിടേക്കുള്ള പെട്ടെന്ന് പ്രശ്നം വരുന്നുണ്ട്. അതുണ്ട്. മെയിൻ ലൈൻ വലിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. അങ്ങനത്തെ അതന്നെ വലിയ കേബിളുകൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പുതുതായിട്ട് വയസ്സ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. ഇത്രയും കാലം, അതായത് ജൂൺ വരെ പർച്ചേസ് ചെയ്ത പോലെ ആവില്ല ജൂലൈ മുതലുള്ള പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനുള്ള ഓഫേഴ്സ് മാറ്റങ്ങളുണ്ടാവും. ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാ മാസവും നറുക്കെടുപ്പ് വയ്ക്കാണ് നമ്മൾ പരിപാടി. ജൂലൈ മുതൽ അതായത് 1 തീയതി മുതൽ. അപ്പോൾ നമ്മൾ ഒരു 50,000 രൂപയുടെ ഓരോ പർച്ചേസിനും നമ്മളൊരു കൂപ്പൺ കൊടുക്കും. ഒരു മാസത്തെ കൂപ്പണുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരാൾക്ക്, അതായത് ഇപ്പം 1,00,000 രൂപ ഒരാൾ വാങ്ങിയാൽ 2 കൂപ്പൺ കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത്, അതായത് നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഒരാൾക്ക് ഒരു 55 ഇഞ്ചിൻ്റെ TV, ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ്, 1.5 ടണ്ണിൻ്റെ AC, ഒരു വാഷിംഗ് മെഷീൻ, ഒരു ഗ്യാസ് സ്റ്റൗ, മിക്സി, അതെ, ഒരാൾക്ക് കൊടുക്കും. അത് എല്ലാ മാസവും നമ്മൾ കൊടുത്തോണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇങ്ങനൊരു പ്ലാൻ കൊണ്ടുവരാനുള്ള റീസൺ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ വലിയൊരു ട്രാജഡി കൂടെ പോയ ആളുകളാണ്. ഇത് 30 വർഷം മുമ്പ് തുടങ്ങി 2018 എല്ലാം നശിച്ചുപോയ ആളുകളാണ്. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഞങ്ങൾ വലിയ പരസ്യമൊന്നും ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരസ്യം കുറവാണ്. പക്ഷേ ഞാൻ കൂടുതൽ അറിഞ്ഞത് ആൾക്കാർ ത്രൂ ആണ്. അതായത് ഇപ്പം നമ്മളെ ഇലക്ട്രീഷ്യൻ അറിയാം, നമ്മൾ 2-3 ആൾക്കാരോട് യൂസ് ചെയ്ത വീട്ടുകാരോട് വെച്ചപ്പോൾ ഒരു ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ നേരിട്ട് വന്ന് എടുക്കണം, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ക്വാളിറ്റി കാര്യങ്ങൾ എന്നോട് എപ്പോഴും എടുത്ത് പറഞ്ഞു. അതാണ് ഡയറക്റ്റ് തന്നെ. നമ്മൾ ഒറ്റ ടൈപ്പ് കേബിൾ ഉണ്ടാക്കുന്നു, നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതായത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മാത്രമേ നമ്മൾ ഉണ്ടാകും. പ്രീമിയം കോപ്പർ, പല പല കേബിൾസ്, പല വലിയ ബ്രാൻഡുകളൊക്കെ 4-5 തരം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾ സത്യത്തിൽ ഇവിടെ വരുന്നത് വില കുറവുണ്ട്, അതിനപ്പുറം ഈ ഡ്യൂപ്ലിക്കേറ്റ് പേടിച്ചിട്ടും
അതുപോലെ ഒറ്റ ക്വാളിറ്റി വില കുറവുണ്ട്, നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടുകയും ചെയ്യും. ഇടനിലക്കാരില്ലാണ്ട് സാധനം കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടില്ല, അതുകൊണ്ടല്ലോ. കാരണം ഫാക്ടറിയിൽ നിന്നാണല്ലോ വരുന്നത്. ഫാക്ടറിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ 1-ാം തീയതി മുതൽ വയസ്സ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണവർ ഇനി വേറെ ഏത് കമ്പനിയും ചൂസ് ചെയ്യാൻ നിൽക്കണ്ട. വിൽബെക്സിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. 55 ഇഞ്ചിൻ്റെ ടി വി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, AC ഉണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, മിക്സി കാര്യങ്ങളൊക്കെ ലക്കി വിന്നറായിട്ട് മാസം തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്കിനി എന്തായാലും സ്റ്റോക്ക് കാര്യങ്ങൾ എടുത്തിട്ട് ആ കൂപ്പൺ വേണം. കൂപ്പൺ എന്തായാലും വേണം. 2-3 കൂപ്പൺ. ഇതാണോ? ആ ബാസിലിൻ്റെ പേര് കാണാം. നമ്പർ ഇത് കഴിഞ്ഞിട്ടില്ല. എത്ര കൂപ്പണേ? ഞാൻ ഓൾറെഡി എഴുതിയായിരുന്നു. ആ ഓക്കെ ഓക്കെ. 3 കൂപ്പണേതാ? ഓൾറെഡി എഴുതിയില്ല, 2 ആ ഓക്കെ. ആ ഇത് എവിടെ ഇടണ്ടേ? ആ ഓക്കെ ഓക്കെ. എയിലാ നിക്ഷേപിക്കണ്ട കൂപ്പണ്? ഇത് കൊണ്ടുപോയാൽ മതി. ഇവിടെ ആ വിളിക്കും, നറുക്കെടുപ്പ് വേണ്ടി വിളിക്കും. 3 കൂപ്പൺ. താങ്ക് യു. അപ്പോൾ 3 കൂപ്പണും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിക്കോ നോക്കല്ലേ? ഇത് കിട്ടിയാൽ തരുമോ? ഞങ്ങൾ എല്ലാ നറുക്കെടുപ്പും സോഷ്യൽ മീഡിയ എനിക്ക് തന്ന വലിയ പ്രശ്നമാവും പുറത്ത്. പക്ഷെ എന്തായാലും നോക്കാം. കിട്ടുകയാണെങ്കിൽ അർഹരായ ഒരാൾക്ക് കൊടുക്കാം. നല്ലൊരാൾക്ക് കൊടുക്കാം നമുക്ക് കിട്ടിയാൽ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ലോഡ് സ്റ്റോക്ക്. ഓരോന്നോരോന്നായിട്ട് കയറ്റണം. വയറാണ്, നല്ല വെയിറ്റ് ഉണ്ടാവും. ഗുണത്തിനനുസരിച്ചുള്ള വെയിറ്റും. അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് കയറ്റാനുണ്ട്. ഇനി വീട്ടിലെത്തിയിട്ട് വയസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിച്ചിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. എങ്ങനെയുണ്ട് വിൽബെക്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഇലക്ട്രീഷ്യന്മാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതാണ് ഇതിൻ്റെ ടീം. എല്ലാവരും ടാറ്റ ഹായ്. അപ്പോൾ എല്ലാവരും ഒരു ഹായ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വയസ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വരിക. നമ്മളെ ശോഭ സിറ്റി മാളല്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓഫീസ്. വിൽബെക്സ് മാപ്പ് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ബാക്കി വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ലോഡ് കയറ്റിയതിന് ശേഷം വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം.